ദളിതർക്ക് വിദ്യാഭ്യാസം കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കും സമൂഹത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യൽ തടയാൻ വേണ്ടിയിട്ടാണ് അവരുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തിയിരുന്നത്. അപ്പം സാധുജനം ആരാണ്? അവർ ദരിദ്രരാണ്. അപ്പം ആ അയ്യങ്കാളി ദരിദ്രരായിട്ടുള്ളവരും അടിച്ചമർത്തപ്പെട്ടവരെയും എല്ലാവരെയും ഒരുമിച്ചിട്ട് ഒരു ഒരു സംഘമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധുജനം എന്ന് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാർ. അപ്പോൾ അയ്യങ്കാളി യൂസ് ദിസ് ടേം ഹി ഡിഡ് നോട്ട് മീൻ ദ പുവർ പീപ്പിൾ ഓഫ് എനി പെർട്ടിക്കുലർ കാസ്റ്റ്. ഒരു പ്രത്യേക ജാതിയിലുള്ള ആൾക്കാരെ അല്ല അയ്യങ്കാളി കൂടെ കൂട്ടിയത്. അദ്ദേഹം എല്ലാ ജാതിയിലും പെട്ട് അവശരായിട്ടുള്ള ആൾക്കാരെയാണ് ഒരുമിച്ച് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇവർ സൊസൈറ്റിയിലുള്ള എല്ലാ അടിച്ചമർത്തപ്പെട്ട ആൾക്കാർക്കും വിദ്യാഭ്യാസം കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് അയ്യങ്കാളി ശ്രമിച്ചത്. Ayyangali's objectives for SJPS were more material than spiritual because the life of the Dalits was very miserable. എന്തായിരുന്നു SJPS സ്ഥാപിക്കാൻ കാരണം ദളിതരുടെ ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. They were extremely poor and they did not even have civil rights that were നോർമലി അവൈലബിൾ ടു ആൾ സിറ്റിസൺ. എല്ലാ സിറ്റിസണും എല്ലാവർക്കും കിട്ടേണ്ട അതേ അവകാശങ്ങളൊന്നും ദളിതർക്ക് കിട്ടിയിരുന്നില്ല. അവരെല്ലാവർക്കും എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു. ഒന്ന്, പൊതുനിരത്തിൽ യാത്ര ചെയ്യാനുള്ളത്, പിന്നെ സ്കൂളിൽ പഠിക്കാനുള്ളത്, വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യാനുള്ളത്, അങ്ങനെ വസ്ത്രം പോലും മര്യാദയ്ക്ക് ധരിക്കാനുള്ള അവകാശം അവർക്ക് കൊടുത്തിരുന്നില്ല. All the land was owned by Janmis and Dalits had no land of their own. എല്ലാ സ്ഥലവും ജന്മികളുടെ കയ്യിലാണ്, അവരുടെ കുത്തകയായിരുന്നു. ദളിതർക്ക് ഭൂമി കൊടുത്തിരുന്നില്ല. They did not have any facilities for education and naturally they could not find any white collar jobs. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പിന്നെ വൈറ്റ് കോളർ ജോബ് ഒരു ഗവൺമെൻറ് ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒന്നും ജോലി കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. കാരണം വിദ്യാഭ്യാസം ഇല്ലല്ലോ. They were good only at the technicalities of agriculture production. അവർക്ക് എന്തറിയാം? കൃഷി മാത്രം അറിയാം. അപ്പോൾ ദളിതർക്ക് അറിയാവുന്ന ആകെ ഒന്ന് കൃഷി മാത്രം. So most of the Dalits were simply agricultural workers who were not given proper wages. അഥവാ ഇനി കൃഷി ചെയ്തെങ്കിലോ ആ കൃഷിയിടങ്ങളിൽ ഇവർക്ക് വേണ്ട വേതനം പോലും കൊടുത്തിരുന്നില്ല. മീൻസ് അവർക്ക് കിട്ടേണ്ട ശമ്പളം പോലും മര്യാദയ്ക്ക് കൊടുക്കാറില്ലായിരുന്നു. The Dalit women were ഓർ സ്റ്റോൺ ഓർണമെൻറ്റ്സ്. അവരെന്തിന്? കല്ലുകൊണ്ടുള്ള ഓർണമെൻറ്റ്സ് ആണ്, ആഭരണങ്ങളാണ് ധരിച്ചിരുന്നത്. ദേ വെർ നോട്ട് അലൗഡ് ടു കവർ ദ അപ്പർ പാർട്ട് ഓഫ് ദിയർ ബോഡീസ്. ബ്ലൗസ് ഇടാനോ സാരി ഉടുക്കാനോ ഒന്നും അവർ സമ്മതിച്ചിരുന്നില്ല. ദളിറ്റ്സ് വെർ പ്രൊഹിബിറ്റഡ് ഫ്രം എൻ്ററിങ് സം റോഡ്സ്. അതുപോലെ പൊതുനിരത്തിൽ കൂടെ യാത്ര ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. ദസ് ദിയർ ലൈഫ് വാസ് എക്സ്ട്രീംലി മിസറബിൾ. എന്ന് ചുരുക്കത്തിൽ വളരെ കഷ്ടപ്പാടായിരുന്നു. സോ അയ്യങ്കാളി വാസ് മോർ കൺസേൺഡ് വിത്ത് improving the material aspects of Dalits than seeking their spiritual well-being. അതുകൊണ്ട് ഒരു മതപരമായിട്ടുള്ള ഒരു ജീവിതത്തിന് അതിനെ വിശ്വസിച്ച് പോവുക. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആവട്ടെ, ബ്രാഹ്മിൻസ് ആവട്ടെ, മറ്റേതെങ്കിലും ജാതി ആവട്ടെ, ആ ജാതിയിൽ വിശ്വസിച്ച് പോകാതെ ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതിനായിരുന്നു അയ്യങ്കാളി ശ്രമിച്ചത്. Every society produces its own public sphere. The public sphere is social space, as it is often called, is where people meet, engage and socialize in everyday life. അദ്ദേഹം അതും ശ്രമിച്ചു നോക്കി. ഇവർക്കെല്ലാം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ എന്തായിരുന്നു? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് സപ്പോസ് ടു ബി ദ റിപ്പർട്ടോയർ ഓഫ് ഓൾ ഗുഡ് തിങ്സ്. പക്ഷേ ഇവരെല്ലാം ഒന്നിച്ച് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. കാരണം ഇവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ല. ഇങ്ങനെ വരുന്ന പ്ലാറ്റ്ഫോമിലൊക്കെ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താ വേണ്ടത്? വിദ്യാഭ്യാസം. അപ്പോൾ ദളിതരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. എഡ്യൂക്കേഷൻ ഹാസ് എ ബിഗ് റോൾ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് സോഷ്യോ കൾച്ചറൽ ചേഞ്ചസ്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഒരു മാറ്റത്തിന്, സമൂഹത്തിൻ്റെ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വിദ്യാഭ്യാസം വേണം. എഡ്യൂക്കേഷൻ ഹെൽപ്പ് അസ് ടു തിങ്ക് ലോജിക്കലി ആൻഡ് റീസണബിളി. അപ്പം നമ്മൾക്ക് എന്തായി? വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റും ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതെന്തുകൊണ്ട് ഇവരിങ്ങനെ നമ്മളോട് പെരുമാറുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു അറിവ് ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. എഡ്യൂക്കേഷൻ ഹെൽപ്സ് അസ് ടു ഗെറ്റ് അവേ ഫ്രം സൂപ്പർസ്റ്റിഷൻസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്
വിച്ച് ഹാവ് ബീൻ ഫെഡ് ടു അസ് റൈറ്റ് ഫ്രം അവർ ചൈൽഡ്ഹുഡ്. നമ്മൾ ചെറുപ്പത്തിലേ ഓരോ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതൊക്കെ നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് വേണം? വിദ്യാഭ്യാസം വേണം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും സമൂഹത്തിൽ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി പരിശ്രമിച്ചിരുന്നു. അതാണ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചത്. ഓക്കെ സ്റ്റുഡൻസ്, ഹാവ് എ ഗുഡ് ഡേ. ബൈ.